ആഴ്ചയിൽ ഇനി പവർ റൂമിൽ ഡെൻ ടീം. അങ്ങനെ ഡെൻ ടീം ടാസ്ക് വിജയിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ ടാസ്ക് അതിന് ശ്രീതു വിജയിച്ചു. ശ്രീതുവും നോറയും തമ്മിലാണ് മത്സരം നടന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടാണ് അവിടെ നടന്നത്. നോറ 4 ബോളുകളാണ് അവിടെ ഇട്ടത്. ബാറ്റ്മാൻ ആയിട്ട് ഒരു റോബോ പോലെ ഒരാളെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ബാറ്റും കൊണ്ട് ഇങ്ങനെ കറങ്ങും. ആ കറങ്ങുന്നതിനിടയിൽ ബാറ്റുമിൽ തട്ടാതെ ബോൾ കൊണ്ടുപോയി ബാസ്ക്കറ്റിനുള്ളിൽ ഇടണം എന്നുള്ളതായിരുന്നു ടാസ്ക്. അവിടെ 6 ബോൾ അങ്ങോട്ട് നോറ ഇട്ടു. അതിൽ 2 ബോൾ അവിടെ ബാറ്റുമ കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അസാധുവാക്കി. അതുപോലെ തന്നെ ശ്രീതുവും ഒരു 7 ബോൾ അങ്ങോട്ട് ഇട്ടു. പക്ഷെ 2 ബോളോളം അതിൽ കൊണ്ടു, ബാറ്റുമ കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി. അങ്ങനെ 1 ബോളിന് ലീഡ് ചെയ്താണ് ശ്രീതു വിജയിച്ചിരിക്കുന്നത്. അങ്ങനെ പവർ റൂമിലേക്ക് ഇനി പോകാൻ പോകുന്നത് ഡെൻ ടീം. ജിൻഡോ, അർജുൻ, ശ്രീതു 3 പേര്. ആദ്യത്തെ ഗെയിം അർജുൻ ജയിച്ചു. രണ്ടാമത്തെ ഗെയിം അവിടെ ജിൻഡോയ്ക്ക് തോൽവിയാണ് ഉണ്ടായത്. അഭിഷേകാണ് ജയിച്ചത് പവർ ടീമിൽ നിന്ന്. മൂന്നാമത്തെ ഗെയിം അതുകൊണ്ട് തന്നെ നിർണായകമായിരുന്നു. ആര് ജയിക്കുന്നോ അവരായിരിക്കും പവർ ടീമിലേക്ക് കയറുക. അങ്ങനെ പവർ റൂമിലേക്ക് ഇപ്പോൾ കയറിയിരിക്കുന്നത് ഡെൻ ടീമാണ്. അവിടെ വിജയിച്ചത് ശ്രീതു ആണ്. എല്ലാവർക്കും ഡെൻ ടീം വിജയിക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ഡെൻ ടീമിനെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ പവർ ടീമിനെ സത്യം പറഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഡെൻ ടീം വിജയിക്കണം തന്നെയാണ്. അവിടെയുള്ള ജഡ്ജസിന് പോലും അതായിരുന്നു താല്പര്യം, വന്ന ഗസ്റ്റിന് പോലും. അതുകൊണ്ട് തന്നെയായിരിക്കണം എല്ലാവരുടെയും പ്രാർത്ഥന പോലെ. അങ്ങനെ ഡെൻ ടീം പവർ റൂമിലേക്ക് കയറിയിരിക്കുകയാണ്. നെക്സ്റ്റ് വീക്ക് 10ാം ആഴ്ചയിൽ അങ്ങനെ പവർ റൂമിലേക്ക് ഡെൻ ടീം.